ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഒരു ടേം ബ്രാക്കറ്റിന് പുറത്തൊരു ടേമും അതേപോലെ തന്നെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കുറച്ച് ടേംസ് ഉണ്ടെങ്കിൽ എങ്ങനെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാമെന്നുള്ള കാര്യം പഠിച്ചുവല്ലേ. അതായത് k ഇൻറ്റു a പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്ന ഒരു ഫോം ഉണ്ടെങ്കിൽ ആ ഫോമിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത് തന്നെ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ട് ഈ ബ്രാക്കറ്റിന് പുറത്തുണ്ടായിരുന്ന ടൈം കഴിഞ്ഞ പ്രാവശ്യം എന്തായിരുന്നു? പോസിറ്റീവ് ആയിരുന്നു അല്ലേ. ബ്രാക്കറ്റിന് പുറത്തുണ്ടായിരുന്ന k എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ളൊരു ടൈം ആയിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ ബ്രാക്കറ്റിന് പുറത്തുണ്ടായിരുന്ന k എന്ന് പറയുന്ന ടൈം പോസിറ്റീവ് ആയിട്ടുള്ള ടൈം ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നെഗറ്റീവ് ആണെങ്കിൽ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് ചെയ്തു നോക്കാം. അതിന് കുറച്ച് എക്സാമ്പിൾസ് വെച്ച് തന്നെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് -3 ഇൻറ്റു 2 പ്ലസ് എക്സ്. എങ്ങനെ ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും, എങ്ങനെ ഈ ഒരു ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് ഇത് എക്സ്പാൻഡ് ചെയ്യും നമുക്കൊന്ന് നോക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. അതായത് ബ്രാക്കറ്റിന് പുറത്തുള്ള ടൈമിനെ കൊണ്ട് നമുക്ക് അകത്തുള്ള ടൈമുകളെല്ലാം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ -3 എന്ന് പറയുന്ന ഈ ടൈമിനെ കൊണ്ട് നമ്മൾ 2നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാക്കറ്റിന് പുറത്തുള്ളത് -3 ആണ്, 3 അല്ല. അത് എപ്പോഴും ആലോചിക്കണം. -3 ആണ് പുറത്തുള്ളത്. അപ്പോൾ -3നെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? -3നെ കൊണ്ട് ബ്രാക്കറ്റിന് പുറത്തുള്ള ആദ്യത്തെ ടൈമായ ബ്രാക്കറ്റിനകത്തുള്ള ആദ്യത്തെ ടൈമായ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് -3 എന്ന് പറയുന്ന പുറത്തുള്ള ടൈമിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അകത്തുള്ള രണ്ടാമത്തെ ടൈമായ എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. -3നെ കൊണ്ടാണ്, 3നെ കൊണ്ടല്ല, അത് മറക്കരുത്. അപ്പോൾ -3നെ കൊണ്ട് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ -3 ഇൻറ്റു എക്സ് എന്ന് നമ്മൾ ചെയ്യുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി നമ്മളെല്ലാം തമ്മിൽ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മളത് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. -3 ഇൻറ്റു 2 എന്ന് പറയുന്നത് എത്രയാണ്? -3നെ 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് -6 കിട്ടും. ഇനി അതുപോലെ തന്നെ പ്ലസ് എന്താണ്? -3 ഇൻറ്റു എക്സ് ആണ്. -3 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എന്താണ്? -3x ആണ്. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? -6 -3x എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത ഫോം കിട്ടി. ഇതാണ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫോം എന്ന് പറയുന്നത്, -6 -3x എന്നുള്ളത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കിയാലോ. അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് -x ഇൻറ്റു 2 പ്ലസ് എക്സ്. നമുക്ക് നോക്കാം. നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ആദ്യം ബ്രാക്കറ്റിന് പുറത്തുള്ള -xനെ കൊണ്ട് നമ്മൾ ആദ്യം 2നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. -x ഇൻറ്റു 2. -x ഇൻറ്റു 2 എന്ന് പറയുന്നത് എത്രയാണ്? -x ഇൻറ്റു 2. ഇനി ബ്രാക്കറ്റിന് പുറത്തുള്ള -xനെ കൊണ്ട് നമ്മൾ എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി അത് തമ്മിൽ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ എന്ത് കിട്ടി? -x ഇൻറ്റു 2 എന്ന് പറയുന്നത് എത്രയാണ്? -2x ആണ് അല്ലേ. -x ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എന്താണ്? -x ഇൻറ്റു എക്സ്, അതായത് -x² ആണ്. -x² ആണ്. -2x -x² എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ അതും നമ്മൾ കറക്റ്റായിട്ട് എക്സ്പാൻഡ് ചെയ്തു. നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് -3 ഇൻറ്റു 2 - x ആണ്. -3 ഇൻറ്റു 2 - x. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? നമ്മൾ നേരത്തെ നെഗറ്റീവ് വന്ന സമയത്ത് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? 2 - x എന്ന് പറയുന്നതിന് നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ 2 പ്ലസ് -x എന്നാക്കി എഴുതിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. നമുക്ക് -3 ഇൻറ്റു 2 - x എന്നുള്ളതിനെ -3 ഇൻറ്റു 2 പ്ലസ് -x എന്നാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ -3 ഇൻറ്റു 2 - x എന്നുള്ളതിനെ 2 പ്ലസ് -x എന്നാക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ബ്രാക്കറ്റിന് പുറത്തുള്ള ടൈമിനെ കൊണ്ട് അകത്തുള്ള ടൈമുകളെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. -3നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ -3നെ നമ്മൾ -x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? അത് രണ്ടും നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ -3 ഇൻറ്റു 2 എന്ന് പറയുന്നത് എത്രയാണ്? -6 ആണ്. -3 ഇൻറ്റു -x ആണിത്. -x എന്ന് പറയുന്നത് എത്രയാണ്? -3 ഇൻറ്റു -x എന്ന് പറയുമ്പോൾ മൈനസും വരുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ 3 ഇൻറ്റു x എന്ന് പറയുന്നത് 3x ആവും. അപ്പോൾ പ്ലസ് 3x ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ -6 പ്ലസ് 3x ആണ് നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്, എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് -3 ഇൻറ്റു -2 പ്ലസ് x ആണ്. അത് നമുക്ക് എങ്ങനെ ചെയ്യാം?
നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ആദ്യം നമ്മൾ -3നെ -2 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അത് കഴിഞ്ഞ് -3നെ നമ്മൾ x കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ -3 × x. ഇനി അത് രണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ -3 × -2 എന്ന് പറയുന്നത് -3 × -2 ആണ്. അപ്പോൾ നമുക്ക് 6 കിട്ടും. പ്ലസ് എന്ത് കിട്ടും? -3 × x എന്ന് പറയുന്നത് -3x ആണ്. അപ്പോൾ 6 - 3x 6 - 3x എന്ന് നമുക്ക് കിട്ടും. നമുക്ക് ഒരു മോഡലും കൂടി ചെയ്തു നോക്കാം. -x × 3 - x ഇതുകൂടെ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എന്താണ് ഇതിനെങ്ങനെ ചെയ്യാൻ പറ്റുക? നമ്മൾ 3 - x ആണ് നമ്മുടെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത്. ഇതുപോലെയുള്ളത് വന്നുകൊണ്ടിരുന്നപ്പോൾ, അതായത് നെഗറ്റീവ് സിമ്പിൾസ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ചെയ്തെന്താണ്, ആ നെഗറ്റീവ് സിമ്പിളിനെ നമ്മൾ ആ ടേമിനോട് കൂടി ചേർത്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ 3 - x എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ എഴുതും? 3 + -x എന്നാക്കി എഴുതും. ഓക്കെ, അപ്പോൾ അത് തന്നെ നമ്മൾ ചെയ്യുന്നു. -x × 3 - x എന്നുള്ളതിനെ 3 + -x എന്നാക്കി എഴുതുന്നു. ഓക്കെ, ഇനി എന്താണ് ചെയ്യുക? ഇനി നമുക്ക് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് തുടങ്ങാമല്ലേ. അപ്പോൾ -xനെ നമ്മൾ ആദ്യം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് -xനെ നമ്മൾ -x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യുന്നു? അത് രണ്ടും നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -x × 3 എന്ന് പറയുന്നത് എത്രയാണ്? -3x ആണ്. പ്ലസ് -x × -x എന്ന് പറയുന്നത് എന്താണ്? -x × -x എന്ന് പറയുന്നത് x² ആണ്. അപ്പോൾ നമുക്ക് -3x + x² എന്ന് നമ്മുടെ സിംപ്ലിഫൈഡ് ഫോം കിട്ടി. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ എക്സ്പ്രഷനായിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമ്മളിത് ചെയ്തു. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ചെയ്യുക. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് സംശയങ്ങളില്ലാത്ത എങ്ങനെ ക്ലിയർ ആയിട്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും കുറച്ച് എക്സ്ട്രാ എക്സാമ്പിളുകൾ നമ്മൾ അടുത്ത വീഡിയോസിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ വീഡിയോസ് കാണാൻ മറക്കരുത്. നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് കറക്റ്റായിട്ട് വരുന്നത് അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അടുത്ത വീഡിയോസ് കറക്റ്റായിട്ട് കണ്ട് പോവുക. ഓരോ വീഡിയോസും അടുത്തടുത്ത